മിനിസ്റ്റർ പങ്കെടുക്കാനെത്തിയ കല്ലിടൽ ചടങ്ങ്. JCB കൊണ്ട് കുഴിയെടുക്കവേ മനുഷ്യന്റെ അസ്ഥികൂടം കിട്ടുന്നു. ആ അസ്ഥികൂടത്തിന് ഒരു കൈയില്ല. ഒന്നുകിൽ കൈയില്ലാത്ത ആളാകും, അല്ലെങ്കിൽ കൈ വെട്ടിയ ശേഷം കുഴിച്ചു മൂടിയത്. കേസ് അന്വേഷിക്കുവാനായിട്ട് മൂസ എന്ന ഉദ്യോഗസ്ഥനെത്തും. ദുരൂഹത നിറഞ്ഞ അസ്ഥികൂടം ആരുടേതാണ്, അതിനു പിന്നിൽ ആരാണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വദന്തി എന്ന തമിഴ് വെബ് സീരീസിന്റെ 2ാമത്തെ സീസന്റെ കഥ നോക്കിയാലോ? ഈ ഒരു വെബ് സീരീസിന്റെ കഥ 3 പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ രണ്ടുപേർ പുഴക്കരയിൽ വെച്ച് വലിയ ഫൈറ്റ് നടത്തുകയാണ്. രണ്ടുപേരുടെയും കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരാൾ മറ്റൊരാളെ പുഴയിൽ മുക്കിയതിനു ശേഷം കയറിപ്പോവുകയാണ്. ആരാണ് ഇവരെന്നുള്ളത് കാണിക്കുന്നതേയില്ല. ആ സീൻ അവിടെ കട്ടായി മിനിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് മിനിസ്റ്റർ. പ്രസംഗമെല്ലാം കഴിഞ്ഞ് കല്ലിടാൻ വേണ്ടിയിട്ട് JCB കുഴിയെടുക്കുന്ന സമയത്തോ അവിടെ നിന്നും മനുഷ്യൻ്റേതെന്ന് പോലെ തോന്നിക്കുന്ന ഒരു അസ്ഥികൂടവും കിട്ടുന്നു. സംഭവ സ്ഥലത്തേക്ക് പോലീസുകാരും മീഡിയക്കാരും എല്ലാവരും എത്തുകയാണ്. ആ സീൻ അവിടെ കട്ടായി നമ്മുടെ കഥാനായകനായ മൂസയാണ് കാണിക്കുന്നത്. മൂസ ഒരു കേസ് സംബന്ധമായിട്ട് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. മൂസ ഇപ്പോൾ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുക. ആദ്യം കുറേ നാൾ മധുരയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മൂസയുടെ വൈഫാണെങ്കിലോ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയ വൈഫിന് വേണ്ടിയിട്ട് ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മൂസയ്ക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. കാരണം മൂസ അത്ര തിരക്കില, അവന് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയല്ലേ. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഈ അസ്ഥികൂടമൊക്കെ കിട്ടിയ സ്ഥലത്തേക്ക് SP വരുന്നതും. അസ്ഥികൂടം ആരുടേതെന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല ഇപ്പോൾ SP വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ SP നേരെ എത്തുന്നത് മൂസയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. മൂസയോട് ഈ ഒരു കേസ് താൻ അന്വേഷിക്കണമെന്നും SP ആവശ്യപ്പെടുന്നു. അയ്യോ മാഡം, ഒന്നാമതേ എനിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു കേസ് അന്വേഷിച്ചിട്ട് ഇതാരുടേതാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജോലി പോകും. അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് മൂസ പറയുന്നു. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കേസ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കണം. ഇത് സംബന്ധിച്ച് എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ ഏറ്റെടുത്തോളാം. നിന്റെ ജോലിയെ അത് ബാധിക്കില്ല എന്നുള്ള കാര്യം SP പറയുന്നു. അതനുസരിച്ച് മൂസ ഒരു കേസ് അന്വേഷിക്കുവാനായും തീരുമാനിക്കുകയാണ്. ആരുടേതാണ് ആ ഒരു അസ്ഥികൂടം? അതായിരുന്നു മൂസയ്ക്ക് കണ്ടുപിടിക്കേണ്ടത്. കൂടാതെ മൂസ SP ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. തനിക്ക് ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഹെൽപ്പ് കൂടി ആവശ്യമാണെന്ന് പറഞ്ഞ് രാമൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നു. SP അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ രാമൻ മൂസയ്ക്കടുത്തേക്കെത്തും. ഈ രാമൻ ആരെന്നാൽ ആദ്യത്തെ സീസണില് പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകിനൊപ്പം കേസ് അന്വേഷിക്കുന്നതിന് കൂടെ നിന്ന ആളാണ് രാമൻ. അതുകൊണ്ടാണ് മൂസ തന്റെ കേസ് അന്വേഷണത്തിന് രാമനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ സീസന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. മൂസയ്ക്കടുത്തേക്ക് എത്തുന്ന രാമൻ, സാറേ നമ്മൾ ഏത് കേസാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആ ഒരു അസ്ഥികൂടം കിട്ടിയില്ലേ, അത് ആരുടേതാണെന്ന് കണ്ടെത്തണം, അതാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നതെന്ന് മൂസ പറയുന്നു. അയ്യോ, അത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണല്ലോ എന്നായിരുന്നു രാമന്റെ മറുപടി. മൂസയും രാമനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി അസ്ഥികൂടം കിട്ടിയ സ്ഥലത്തേക്കെത്തി അവിടെ മാകെ പരിശോധിക്കുന്നു. അതിനുശേഷം ഡോക്ടറിന്റെ അടുത്തേക്കാണ് എത്തുന്നത്. ഡോക്ടറിനോട് അസ്ഥികൂടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അസ്ഥികൂടം കിട്ടിയപ്പോഴേ എല്ലാ അസ്ഥികളും ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുകയാണ്. മാത്രവുമല്ല ആ ഒരു അസ്ഥികൂടത്തിന് ഒരു കൈയുമില്ല. ഈ ഒരു കൈ മുൻപേ നഷ്ടപ്പെട്ടതാണോ അതോ കൈ വെട്ടിയെടുത്തതിനു ശേഷം ആരെങ്കിലും കുഴിച്ചു മൂടിയതാണോ എന്ന സംശയം മൂസ ചോദിക്കുമ്പോഴോ അത് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു തെളിവുകളും കിട്ടാതെ എങ്ങനെ ഈ ഒരു കേസ് അന്വേഷിക്കും എന്നതായിരുന്നു മൂസയുടെയും രാമന്റെയും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും ചിന്ത. ഡോക്ടറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം മൂസ SP വിളിച്ച് പറയുന്നു. മാഡം, ഒരു കൈയില്ലാതെയാണ് അസ്ഥികൂടം കിട്ടിയിരിക്കുന്നത്. ആ കൈ അവിടെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. വീണ്ടും അവിടെ കുഴിക്കണമെന്നും മൂസ SP പറയുന്നു. SP അതിനുള്ള ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ അതേ സ്ഥലം തന്നെ വീണ്ടും കുഴിക്കുവാനായും ആരംഭിക്കുന്നു. ആ സീൻ അവിടെ കട്ടായി ഫ്ലാഷ് ബാക്കിലൂടെ 3-4 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് കാണിക്കുന്നത്. ജല്ലിക്കെട്ട് നടക്കുന്നു. ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുവാനായിട്ട് മണി എന്നൊരു പയ്യൻ വരികയാണ്. ഈ മണിയെ തന്നെ നോക്കിയിരിക്കുകയാണ് നില എന്ന പെൺകുട്ടി. നിലയ്ക്ക് മണിയെ ഒരുപാട് ഇഷ്ടമാ. പക്ഷേ അത് മണിക്കറിയത്തില്ല. മണിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് പ്രഭ. ഈ നില അമ്മ പറയുന്ന ജോലികളൊന്നും ചെയ്യാതെ വീട്ടിലെപ്പോഴും ഫോണും കളിച്ചാണിരിക്കുന്നത്. അവൾക്ക് ആകെ പേടിയുള്ളത് അവളെ ഈ നില അമ്മ പറയുന്നതൊന്നും കേൾക്കാതെ വീട്ടിലെപ്പോഴും ഫോണും കളിച്ചാണിരിക്കുന്നത്. അവൾക്ക് ആകെ പേടിയുള്ളത് അവളുടെ ചേട്ടനെ മാത്രമാ. ചേട്ടൻ വരുന്നത് കാണുമ്പോൾ തന്നെ ഫോണും മാറ്റിവെച്ച് അമ്മയ്ക്കടുത്തേക്ക് ചെല്ലും. ആരെങ്കിലും ഒരാളെ നിനക്ക് പേടിയുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യമെന്നാണ് അമ്മ പറയുന്നത്. മണിക്കൊരു സഹോദരിയുണ്ട്. സഹോദരിയും അവളുടെ കൂട്ടുകാരിയെ പൂർണ്ണയും കൂടി സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന സമയം മണിയുടെ സഹോദരി ആരെയോ കാണുന്നതും വല്ലാതെ പേടിക്കുകയും സ്റ്റെപ്പും തെറ്റിക്കുന്നു. ഡാൻസ് എല്ലാം കളിച്ചു കഴിഞ്ഞിറങ്ങിയതും മണിയുടെ സഹോദരി
സഹോദരി നിന്ന് കരയുക. എന്തിനാ നീ കരയുന്നതെന്ന് പൂർണ്ണി ചോദിക്കുമ്പോൾ ഞാൻ ഡാൻസ് തെറ്റിച്ചില്ലേ അതിനാന്ന് പറഞ്ഞ് അവൾ വല്ലാതെ കരയുന്നു. അതൊക്കെ സാരമില്ല, പിന്നീട് അതെല്ലാം റെഡിയായില്ലേ. അല്ല, നീ ആരെ കണ്ടിട്ട് ആ സ്റ്റേജിൽ പേടിച്ച് നിന്നതെന്ന് പൂർണ്ണി ചോദിക്കുമ്പോൾ അതിന് മണിയുടെ സഹോദരിക്ക് മറുപടിയില്ല. അവൾ വീണ്ടും പേടിച്ചതുപോലെ നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് മണിയെയാണ് കാണിക്കുന്നത്. രാത്രി സമയം മണിക്കൊരു കോള് വരുന്നു. വിളിച്ചത് നിലയായിരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണ് നില കോളെടുത്ത മണിയോട് പറയുന്നത്. ഇഷ്ടമാണെന്നോ? അതിന് നീ ആരാന്ന് മണി ചോദിക്കുമ്പോൾ പേടിച്ച നില കോള് കട്ട് ചെയ്ത് കളയുന്നു. ആരാണ് തന്നെ വിളിച്ചതെന്നോ ആരാണ് തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നോ ഒന്നും തന്നെ മണിക്ക് അറിയത്തേയില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മൂസയും രാമനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അസ്ഥികൂടത്തിന്റെ നഷ്ടമായ കൈക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അസ്ഥികൂടം കിട്ടിയ സ്ഥലം വീണ്ടും കുഴിച്ചു നോക്കുന്നു. ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു അസ്ഥികൂടവും നഷ്ടമായ അസ്ഥികൂടത്തിന്റെ കൈയുടെ അസ്ഥികൂടവും കിട്ടുകയാണ്. ആ ഒരു കൈയുടെ അസ്ഥികൂടത്തിൽ വളയുണ്ടായിരുന്നു. വളയൊന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതൊരു സ്വർണ്ണ വളയാണെന്നുള്ള കാര്യം മൂസയ്ക്ക് മനസ്സിലായി. മൂസ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ജ്വല്ലറിയിലേക്ക് പോകുന്നു. ആ ഒരു സ്വർണ്ണവള കണ്ട ജ്വല്ലറിക്കാരൻ ഇത് സ്വർണ്ണ വളയല്ല, ഇതൊരു തരം കാപ്പാണ്, ഈ കാപ്പ് ഉണ്ടാക്കുന്നത് മറ്റൊരാളാണെന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണ പണിക്കാരന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. മൂസയും രാമനും നേരെ എത്തുന്നത് ആ സ്വർണ്ണ പണിക്കാരന്റെ വീട്ടിലേക്കാണ്. അയാളോട് ഈ ഒരു കാപ്പിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ കാപ്പ് നിർമ്മിച്ചത് ഞാൻ തന്നെയാണ്. ജല്ലിക്കെട്ട് നടക്കുമ്പോൾ ജല്ലിക്കെട്ടിൽ വിജയിക്കുന്ന 15 പേർക്ക് സമ്മാനമായി നൽകുന്ന 15 കാപ്പ് ഞാൻ തയ്യാറാക്കി. അവർക്ക് സമ്മാനമായി കൊടുക്കുന്നതാണിതെന്നുള്ള കാര്യം സ്വർണ്ണ പണിക്കാരൻ സമ്മതിക്കുന്നു. ജല്ലിക്കെട്ടിന്റെ വീഡിയോ ഫുട്ടേജ് എല്ലാം മൂസ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വിജയിച്ച 15 പേർക്ക് സ്വർണ്ണ കാപ്പ് നൽകിയിട്ടുണ്ട്. ഈ കാപ്പ് കിട്ടിയതിൽ ആരോ ഒരാളുടെ അസ്ഥികൂടമാണ് കിട്ടിയതെന്നുള്ള കാര്യം മൂസയ്ക്ക് മനസ്സിലായി. മൂസയും രാമനും ഈ ഒരു വിവരം SP അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്തണമല്ലോ. അതിന് DNA പരിശോധന നടത്തണം. DNA സാമ്പിൾ എടുക്കണമല്ലോ മറ്റുള്ളവരുടെ. അതിന് സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം രാമനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ആ ഒരു ഹോസ്പിറ്റലിലെ നഴ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. നേരത്തെ കിട്ടിയ അസ്ഥികൂടവും ഇപ്പോൾ കിട്ടിയ അസ്ഥികൂടവും പിന്നെ ഒരു അസ്ഥികൂടത്തിന്റെ കൈയും പരിശോധിച്ച് നോക്കുകയാണ് ഡോക്ടർ. ആ അസ്ഥികൂടങ്ങൾ രണ്ടും ആണിന്റേതാണോ പെണ്ണിന്റേതാണോ എന്ന് അറിയണമെങ്കിൽ ഡോക്ടർ അത് പറയണം. ഡോക്ടറിനോട് മൂസയും SPയും അത് ചോദിക്കുമ്പോൾ ഞാനത് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. മറ്റൊരു വശത്ത് രാമനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജല്ലിക്കെട്ടിൽ വിജയിച്ചവർക്കടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിൽ നിന്നും കുറച്ചുപേരുടെയൊക്കെ കയ്യിൽ ഇപ്പോഴും കാപ്പുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ എല്ലാവരെയും ചോദ്യം ചെയ്തിട്ട് ഒരാളെ മാത്രം ഒഴിവാക്കിയിട്ടാണ് രാമനൊക്കെ മൂസയ്ക്കടുത്തേക്ക് എത്തുന്നത്. രാമനൊക്കെ ഒഴിവാക്കിയ ആളുടെ പേര് മണി എന്നാണ്. നീ എന്താ മണിയെ ഒഴിവാക്കിയെന്ന് ചോദിച്ച് മൂസ ഒരുപാട് വഴക്ക് പറയും. എന്തായാലും ഇനി ഞാൻ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് മൂസ അടുത്ത ദിവസം തന്നെ മണിയുടെ വീട്ടിലേക്ക് എത്തുന്നു. മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മണി ഇപ്പോൾ ജയിലിലാണെന്നുള്ള കാര്യമാണ് മൂസയ്ക്ക് അറിയാൻ കഴിഞ്ഞത്. മണി എന്തിനാണ് ജയിലിൽ പോയതെന്നും മണി ചെയ്ത കുറ്റം എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മൂസ നേരെ എത്തുന്നത് മണിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനടുത്തേക്കാണ്. മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മണിയുടെ സഹോദരിയും മണിയുടെ കാമുകിയായ നിലയും കാണാതായി. ഇതുവരെയായിട്ടും അവരെവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവരെ കാണാതായതിന് പിന്നിൽ മണിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മണിയെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇതുവരെയായിട്ടും നിലയും മണിയുടെ സഹോദരിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏകദേശം ഇത് സംഭവിച്ചിട്ട് 2 വർഷമായി എന്നറിഞ്ഞതോടുകൂടി മൂസ ഉടനെ തന്നെ ഈ ഒരു വിവരം SP അറിയിക്കുന്നു. എന്നാൽ SP പറയുന്നത് അപ്പോൾ 2 വർഷമായെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന അസ്ഥികൂടം 2 പെൺകുട്ടികളുടേതുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കേസ് എളുപ്പമായില്ലേ, കൊലപാതകയും കണ്ടുപിടിച്ചില്ലേ, ഇനി നമുക്ക് വേറെ പ്രശ്നമില്ലല്ലോ, ആരുടേതാണ് അസ്ഥികൂടമെന്നും മനസ്സിലായല്ലോ എന്നുള്ള കാര്യം SP പറയുമ്പോൾ മാഡം ഇത് ചെയ്തത് മണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു മൂസയുടെ മറുപടി. ആ സീൻ അവിടെ കട്ടായി ജയിലിൽ കിടക്കുന്ന മണിയാണ് കാണിക്കുന്നത്. ഒപ്പം മണിയുടെ ഒരു ഫ്ലാഷ് ബാക്കും. മണിയും കൂട്ടുകാരനും ചേർന്ന് നേരെ പോകുന്നത് ഈ കന്നുകാലികളെയൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ റെഡിയാക്കുകയാണ് മണി. കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നതും. മണിക്ക് ഈ ഒരു കാര്യമൊക്കെ നല്ല അറിവുള്ളതാണ്. അന്നേ ദിവസം രാത്രി തന്നെ മണിയെ നില കോള് ചെയ്യുന്നു. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും നിങ്ങൾ എനിക്കൊന്ന് കാണണമെന്നുമായിരുന്നു നില ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് നില പറഞ്ഞ സ്ഥലത്തേക്ക് അടുത്ത ദിവസം തന്നെ മണി എത്തുന്നു. മണിയെ കാണുന്ന നിലയ്ക്ക് മണിയുടെ അടുത്തേക്ക് പോയി സംസാരിക്കുവാൻ തന്നെ പേടിയായിരുന്നു. ഒടുവിൽ നിലയുടെ കൂട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് അവൾ മണിക്കടുത്തേക്ക് ചെല്ലുന്നതും. മണിക്കടുത്തേക്ക് വരുന്ന നില ഞാനാണ് നിങ്ങളെ ഫോൺ ചെയ്തതെന്നും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ള കാര്യവും മണിയോട് പറയുന്നു. മണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ മണിക്ക് നിലയെ കണ്ടതും ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയിക്കുവാനായും ആരംഭിക്കുകയാണ്. മണിയുടെ സഹോദരി എന്ന് പറഞ്ഞില്ലേ, സഹോദരിയുടെ പേര് ഗീത എന്നാണ്.
മണിക്ക് പ്രഭയെ കൂടാതെ മറ്റൊരു സുഹൃത്തു കൂടിയുണ്ട്. സുന്ദർ എന്നാണ് അവന്റെ പേര്. സുന്ദർ അവരെക്കാളും പ്രായത്തിന് ഇളയതാണ്. പക്ഷേ സുന്ദറിന് ഗീതയെ ഒരു നോട്ടമുണ്ട്. സുന്ദർ മണിയില്ലാത്ത തക്കം നോക്കി മണിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സുന്ദറിന് കുടിക്കുവാനായിട്ട് വെള്ളം വേണമെന്നാണ് സുന്ദർ ആവശ്യപ്പെടുന്നതും. അവനിത് വെള്ളം എടുത്ത് കൊടുക്കുവാനായിട്ടും മണിയുടെ മുത്തശ്ശിയാണെങ്കിൽ ഗീതയോട് ആവശ്യപ്പെടുന്നു. ഗീത വെള്ളവുമായിട്ട് വരുന്ന സമയത്ത് സുന്ദർ വല്ലാതെയാണ് ഗീതയെ നോക്കുന്നത്. ചേട്ടന്റെ കൂട്ടുകാരൻ എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നതും. അതിനുശേഷം അവൾ വെള്ളവും കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോകുന്നു. മണിയും നിലയും പ്രണയിക്കുവാനായി ആരംഭിച്ചല്ലോ. അവർ രണ്ടുപേരും എപ്പോഴും കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മണി താൻ നിലയെ പ്രണയിക്കുന്ന വിവരം കൂട്ടുകാരനായ പ്രഭയോട് പറയും. എന്നാൽ പ്രഭ പറയുന്നത്, ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി എന്റെ അടുത്തേക്ക് വന്നതാണ്. അവൾ എന്നെ പ്രണയിക്കുന്നു എന്നും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കുറേ നാൾ പ്രണയിച്ചു. എന്നാൽ ഒടുവിൽ അവൾ എനിക്കിട്ട് നല്ല പണി തന്നിട്ട് പോവുകയാ ചെയ്തത്. നീയും അതുപോലെ സൂക്ഷിച്ചോ, ഇവരൊന്നും നിന്റെ കൂടെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ അവനെ ഉപദേശിക്കുന്നു. അത് കേട്ട മണിക്ക് ഇതൊന്നും നേരെ ആയില്ലെങ്കിലോ, നില തന്നെ ചതിച്ചാലോ എന്ന് പേടിച്ച് ഉടനെ തന്നെ നിലയെ വിളിച്ചിട്ട്, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം ഒരിക്കലും സെറ്റാകുമെന്ന് തോന്നുന്നില്ല, നമുക്ക് പിരിയാമെന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്ത് കളയുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ മണിയുടെ ഫോണിലേക്ക് നില അയച്ച ഫോട്ടോ അവൾ കൈ കട്ട് ചെയ്തതാണ്. നിലയ്ക്ക് മണിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിലയ്ക്ക് സഹിക്കാൻ കഴിയാത്തതും. ഈ ഒരു വിവരം മണി പ്രഭയോട് പറയും. അത് കേട്ട പ്രഭ, ഡേ, എന്റെ കാമുകിയും ഇത് തന്നെയാ ചെയ്തത്. എനിക്കിതെല്ലാം കേട്ടിട്ട് എന്നെ പ്രണയിച്ച പെണ്ണും നിന്നെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണും ഒരാളാണെന്നാണ് തോന്നുന്നതെന്നുള്ള കാര്യം പ്രഭ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാ, നമുക്ക് അവളെ പോയി നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് മണി പ്രഭയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ കട്ടായി പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന മണിക്കടുത്തേക്കും അവന്റെ സാമ്പിൾ കളക്ട് ചെയ്യുവാനായിട്ട് ആളെത്തുന്നു. അങ്ങനെ സാമ്പിളൊക്കെ കൊണ്ടുപോയി DNA ടെസ്റ്റ് എല്ലാം നടത്തി നോക്കുന്നതിൽ നിന്നും DNA ടെസ്റ്റ് നടത്തി റിപ്പോർട്ടും വരികയാണ്. റിപ്പോർട്ട് പ്രകാരം ആ അസ്ഥികൂടം രണ്ടും നിലയുടേതും ഗീതയുടേതുമാണെന്ന് തെളിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. ആ ഒരു അസ്ഥികൂടം ആരുടേതാണെന്ന് കണ്ടെത്തിയില്ലേ, ഇനി എന്തായാലും കേസ് ക്ലോസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് SP നിൽക്കുന്നത്. മാഡം, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താ എന്നുള്ള കാര്യം മൂസ പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ ആ രണ്ട് പെൺകുട്ടികൾക്കും ഈ ഒരു അവസ്ഥ വരാൻ കാരണം മണിയല്ല എന്നുള്ളത് മൂസയുടെ മനസ്സ് നന്നായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം മൂസയ്ക്ക് സംഭവിച്ച പ്രശ്നം എന്താണെന്നാണ് കാണിക്കുന്നത്. മൂസയ്ക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് സത്യത്തിൽ 8 വർഷമായിട്ട് മൂസയ്ക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞില്ലേ. മൂസയാണെങ്കിലോ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു നേർച്ച നടത്തുകയായിരുന്നു. അതുകൊണ്ടാണ് താടിയൊന്നും ഷേവ് ചെയ്യാതിരുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും താടി ഷേവ് ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടും മൂസ അത് കേട്ടില്ല. അതുകൊണ്ടാണ് മൂസയ്ക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അസ്ഥികൂടം രണ്ടും ആരുടേതാണെന്ന് മൂസ കണ്ടെത്തിയല്ലോ. അതുകൊണ്ട് മൂസ ഇപ്പോൾ പണിഷ്മെന്റിൽ നിന്നും ഫ്രീ ആയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മൂസയാണെങ്കിലോ തന്റെ ഭാര്യയെ കൂടെ നിർത്തണമെന്ന് കരുതി നാട്ടിൽ നിന്നും താനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പുതിയൊരു വീടും റെന്റിനെടുത്ത് അവിടെയാണ് തന്റെ ഭാര്യയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മണിയുടെ കേസ് കോടതിയിലേക്ക് എത്തുന്നു. കോടതിയിലേക്ക് മൂസയും എത്തുന്നു. മണിക്കെതിരായിട്ട് മൊഴി കൊടുക്കുവാനായിട്ട് ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. അതിൽ മുരുകൻ എന്നൊരാൾ ലഹരി പദാർത്ഥമൊക്കെ വിൽക്കുന്ന ആളാണ്. എന്റെ കയ്യിൽ നിന്നും മണി ലഹരി പദാർത്ഥങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അതിനുശേഷമായിരിക്കാം അവൻ ഇങ്ങനെ ചെയ്തതെന്ന് കൂടി മുരുകൻ പറഞ്ഞതോടുകൂടി കോടതി മണിക്കെതിരാവുകയാണ്. മാത്രമല്ല ചോദ്യങ്ങൾക്കൊന്നും മണി ഉത്തരം പറയാതെ നിൽക്കുന്നു. മണിയെ കാണുന്ന മൂസയ്ക്ക് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മണിക്ക് വീണ്ടും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ് കോടതി. അതോടുകൂടി മണി ആകെ തകർന്നു പോകുന്നു. മണിയെ കാണുമ്പോഴൊക്കെ മൂസയുടെ മനസ്സ് പറയുന്നത് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. വീട്ടിലേക്ക് എത്തുന്ന മൂസ മണിയെക്കുറിച്ചൊരു ന്യൂസ് കാണുന്നു. ഇരട്ടി ശിക്ഷ കോടതി വിധിച്ചത് കൊണ്ട് തന്നെ മണി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നത്. ആ ഒരു വിവരം അറിഞ്ഞതോടുകൂടി മൂസയും രാമനും ജയിലിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നു. ആ ഒരു ഉദ്യോഗസ്ഥനോട് മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തക്ക സമയത്ത് കണ്ടതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. കോടതി ഇരട്ടി ശിക്ഷ വിധിച്ചത് കൊണ്ടാണ് മണി എങ്ങനെ ചെയ്തത്. ഇത്രയും നാളത് ചെയ്യാത്തതിന് കാരണം നിങ്ങൾ ഈ ഒരു കേസ് തെളിയിച്ചത് കൊണ്ടാണ് മണിക്ക് ഇരട്ടി ശിക്ഷ വിധിച്ചത്. അതാ അവന്റെ മനസ്സ് തകർന്നു പോയത് എന്നതായിരുന്നു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പോഴും മൂസയുടെ മനസ്സ് പറയുന്നത് മണി ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. വീട്ടിലെത്തിയിട്ടും മൂസയുടെ മനസ്സ് മുഴുവൻ മണിയുടെ കാര്യമായിരുന്നു. മണി ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ താൻ കാരണമാണല്ലോ അവൻ ഇരട്ടി ശിക്ഷ കിട്ടിയത്. അതുകൊണ്ട് മണിക്ക് നീതി വാങ്ങിക്കൊടുക്കണം. മണി ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് പിന്നിലുള്ളത് ആരെന്ന് കണ്ടെത്തണമെന്നും മൂസ തീരുമാനിക്കുന്നു. അങ്ങനെ മൂസയാണെങ്കിലോ മണിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. മണിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവൻ ലഹരി പദാർത്ഥം ഒന്നും ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം മൂസയ്ക്ക് അറിയാൻ കഴിഞ്ഞു. അതോടെ മൂസ നേരെ എത്തുന്നത് കോടതിയിൽ വന്ന് മൊഴി കൊടുത്ത മുരുകൻ അടുത്തേക്കാണ്. മുരുകനോട്, നീയല്ലേ പറഞ്ഞത് അവൻ ലഹരി പദാർത്ഥം
പദാർത്ഥം ഉപയോഗിക്കുമെന്ന്. പക്ഷെ അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ലെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. നീ കള്ളസാക്ഷി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ സാറേ, ഞാൻ കള്ളം പറഞ്ഞതാ. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും മുരുകൻ തുറന്നു പറയുന്നു. അങ്ങനെ മൂസയും രാമനും നേരെ എത്തുന്നത് ആ ഒരു മുരുകനെ കൊണ്ട് അങ്ങനെ പറയിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥനോട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യിച്ചതെന്ന് ചോദിക്കുമ്പോൾ മണിയാണ് ഇതിന് പിന്നിലെന്നുള്ളത് തെളിഞ്ഞതാണ്. പക്ഷേ അവനെതിരായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മറുപടി. അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നിലയും മണിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. നില ഒരു ദിവസം വീട് വിട്ട് മണിയുടെ വീട്ടിലേക്ക് വന്നു. ഈ ഒരു വിവരം നിലയുടെ ചേട്ടനും അച്ഛനും ഒക്കെ അറിഞ്ഞു. അവർ മണിയുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയുണ്ടായി. എന്നാൽ ഇതേ ചൊല്ലി മണിയും നിലയും തമ്മിൽ വഴക്കാവുകയും ആ ഒരു കാരണത്തെ ചൊല്ലിയാണോ മണി നിലയെ കൊന്നത് എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്തത് എന്നതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ മറുപടി. അതെല്ലാം കേൾക്കുന്ന മൂസയ്ക്ക് മണി നിരപരാധിയാണ്, അവന്റെ പിന്നിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. മൂസയും രാമനും നേരെ എത്തുന്നത് മണിയെ കാണുവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ മണിക്കൊപ്പം നിൽക്കുന്നത് മണിയുടെ അമ്മയായിരുന്നു. മണിയുടെ അമ്മയോട് മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എൻ്റെ മകൻ അവൻ്റെ സഹോദരിയും അവൻ്റെ ഭാര്യയും അവൻ കൊല്ലുമോ, ഉറപ്പായിട്ടും അത് ചെയ്യില്ല എന്നുള്ള കാര്യം അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നതായിരുന്നു മൂസയുടെയും രാമന്റെയും ഒക്കെ ചിന്ത. മണിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മണിക്ക് രണ്ടേ രണ്ട് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, പ്രഭയും സുന്ദരമാണെന്നുള്ള കാര്യം കൂടി അമ്മ പറയുന്നു. അങ്ങനെ പ്രഭയും സുന്ദറിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റേഷനിൽ എത്തിയ സമയം തന്നെ പ്രഭയ്ക്ക് വല്ലാത്ത ടെൻഷൻ. എപ്പോഴും ടോയ്ലറ്റിൽ പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ മൂസ പ്രഭയോട് ചോദിക്കുന്നത്, നിനക്ക് ഇത്രയും വെപ്രാളം വരണമെങ്കിൽ നീ ആയിരിക്കുമോ ഇതിനെല്ലാത്തിനും പിന്നിലെന്നുള്ള കാര്യം പ്രഭയോട് ചോദിക്കുന്നു. പ്രഭ ഷോക്കായി നിൽക്കുകയാണ്. ബാക്കി എന്തായിന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാമേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുതേ.